Why do these children have pain? സിക്കിൾ ഷേപ്ഡ് RBC ബ്ലഡ് വെസലിൽ കുടുങ്ങുകയും ഇവ കോശങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഈ അസുഖമുള്ള കുഞ്ഞുങ്ങളുടെ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ് സാധാരണയായി കാണപ്പെടുന്ന റൗണ്ട് ഷേപ്പിന് വിപരീതമായി സിക്കിൾ അല്ലെങ്കിൽ അരിവാൾ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ജൂൺ 19 വേൾഡ് സിക്കിൾ സെൽ ഡിസീസ് ഡേ ആയിരുന്നു. ആൻഡ് ജൂൺ മന്ത് ഈസ് സിക്കിൾ സെൽ അവെയർനെസ് മന്ത്. ഈ അവസരത്തിൽ പീഡിയാട്രിക് നഴ്സിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെറിഡിറ്ററി ബ്ലഡ് ഡിസോർഡറിനെ പറ്റി നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇമാജിൻ ദിസ്: ഒരു 6 വയസ്സുകാരൻ കുട്ടിയെ അവൻ്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അമ്മ പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൈകാലുകളിൽ വേദനയും നീരുമുണ്ട്. കുഞ്ഞ് കൈയും കാലും പിടിച്ച് കരയുന്നു. നിങ്ങൾ ആ കുഞ്ഞിനെ എക്സാമിൻ ചെയ്യുന്നു. നിങ്ങളൊരു പീഡിയാട്രിക് നഴ്സാണ്. നിങ്ങൾ നോക്കിയപ്പോൾ ഈ കുഞ്ഞ് ക്ഷീണിതനാണ്, കൈകാലുകൾക്ക് വേദനയുണ്ട്, കയ്യിലും കാലിലും നീരുണ്ട്. ഒരു പീഡിയാട്രിക് നഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഏത് ഡിസോർഡർ സസ്പെക്റ്റ് ചെയ്യും? എന്താണ് സിക്കിൾ സെൽ അനീമിയ? സിക്കിൾ സെൽ ഡിസീസ് ഒരു ഹെറിഡിറ്ററി ബ്ലഡ് ഡിസോർഡർ ആണ്. മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞിലേക്ക് വരുന്ന ഒരു അസുഖം. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം പോയിന്റ് ഉണ്ട്. സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഓരോ ഡിഫക്റ്റീവ് ജീനുകൾ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുകയുള്ളൂ. ഒരു പേരൻറ്റിൽ നിന്ന് മാത്രമാണ് ഡിഫക്റ്റീവ് ജീൻ കുഞ്ഞിന് ലഭിക്കുന്നതെങ്കിൽ ആ കുഞ്ഞൊരു ക്യാരിയർ അല്ലെങ്കിൽ ട്രെയ്റ്റ് ആണ്. ഒരു ക്യാരിയർ ഒരിക്കലും സിക്കിൾ സെൽ ഡിസീസിൻ്റെ സിംറ്റംസ് കാണിക്കുകയില്ല. എന്നാൽ ഈ ഡിഫക്റ്റീവ് ജീനിനെ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാൻ ഈ ഒരാൾക്ക് കഴിഞ്ഞേക്കാം. ഈ അസുഖമുള്ള കുഞ്ഞുങ്ങളുടെ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ് സാധാരണയായി കാണപ്പെടുന്ന റൗണ്ട് ഷേപ്പിന് വിപരീതമായി സിക്കിൾ അല്ലെങ്കിൽ അരിവാൾ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഒരു റൗണ്ട് ഷേപ്ഡ് RBCക്ക് ഈസിയായി കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും. എന്നാൽ ഒരു സിക്കിൾ ഷേപ്ഡ് RBCയുടെ ഓക്സിജൻ ക്യാരിയിങ് എബിലിറ്റി വളരെ പുവറാണ്. വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പീഡിയാട്രിക്സ്? പീഡിയാട്രിക് നഴ്സിംഗിൽ സിക്കിൾ സെൽ അനീമിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ സിംറ്റംസ് ഒരു കുഞ്ഞ് കാണിക്കാൻ തുടങ്ങുന്നത് ഇൻഫൻസി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് പീരിയഡിലാണ്. സാധാരണയായി ജനിച്ചയുടൻ ഒരു കുഞ്ഞ് സിംറ്റംസ് കാണിക്കാറില്ല. ഇതിനൊരു കാരണമുണ്ട്. ജനിച്ചയുടൻ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ളത് ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആണ്. ഈ ഫീറ്റൽ ഹീമോഗ്ലോബിൻ RBCയുടെ സിക്ലിങ്ങിനെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ കുഞ്ഞ് പ്രായമാകുന്നതിനനുസരിച്ച് സിക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും സിംറ്റംസ് കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. സാധാരണയായി 4 മുതൽ 6 മാസം വരെയുള്ള സമയത്താണ് ഒരു കുഞ്ഞ് സിംറ്റംസ് കൂടുതലായും കാണിച്ചു തുടങ്ങുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സൈൻ ഇൻ ചിൽഡ്രൻ? ഇത് പ്രോമെട്രിക് എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണയായി ഒരു കുഞ്ഞ് ആദ്യമായി കാണിക്കുന്ന ലക്ഷണമാണ് ഡാക്ടിലൈറ്റിസ് അല്ലെങ്കിൽ ഹാൻഡ് ഫുട്ട് സിൻഡ്രോം. കുഞ്ഞിൻ്റെ കൈകൾക്കും കാലുകൾക്കും നീരുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. സാധാരണയായി പേരൻസ് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞ് കൈയും കാലും പിടിച്ച് കരയുന്നു. ഇത് സിക്കിൾ സെൽ അനീമിയയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. വൈ ഡു ദിസ് ചിൽഡ്രൻ ഹാവ് പെയിൻ? സിക്കിൾ ഷേപ്ഡ് RBC ബ്ലഡ് വെസലിൽ കുടുങ്ങുകയും ഇവ കോശങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഈ ഒരു പെയിനെ പെയിൻ ക്രൈസിസ് അല്ലെങ്കിൽ വാസോ ഒക്ലൂസീവ് ക്രൈസിസ് എന്നാണ് പറയുന്നത്. This is one of the hallmark symptom of sickle cell disease. Which are the common signs and symptoms of the disease? Pain, hand, foot swelling, fatigue, joint pain, pallor, irritability, jaundice, delayed growth and development എന്നിവയാണ് സിക്കിൾ സെൽ അനീമിയയുടെ കോമൺ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. Why are infections common in this disease? This is another exam point. റിപ്പീറ്റഡ് സിക്ലിംഗ് മൂലം സ്പ്ലീനിനുണ്ടാകുന്ന ഡാമേജാണ് ഇതിന് കാരണം. നമുക്കറിയാവുന്നതുപോലെ സ്പ്ലീൻ നമ്മുടെ ബോഡിയിലെ ഒരു ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് ഓർഗനാണ്. സ്പ്ലെനിക് ഡാമേജ് മൂലം കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുന്നു. വാട്ട് ഈസ് ദ നഴ്സിംഗ് മാനേജ്മെൻറ്റ്? ഒരു പീഡിയാട്രിക് നഴ്സായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മാനേജ്മെൻറ്റ് ഓഫ് പെയിൻ. ഇഫ് ദ പെയിൻ ഇസ് മൈൽഡ്, പാരസിറ്റമോൾ ഓർ അതർ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്. If the pain is severe, we can give morphine. Then, administration of oxygen, encouraging fluid intake, adequate rest, monitoring the vital signs. ശരിയായ അറിവും നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും ലഭിച്ചാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരാൾക്ക്
ആരോഗ്യകരവും സജീവവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഈ സിക്കിൾ സെൽ അവയർനെസ് മന്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. അവയർനെസ് ലീഡ്സ് ടു ഏർലി ഡയഗ്നോസിസ്. ഏർലി ഡയഗ്നോസിസ്, ബെറ്റർ കെയർ. ബെറ്റർ കെയർ, ബെറ്റർ ലൈഫ്സ്.